സൗണ്ട് കുറയ്ക്കണ ഷായിലുട്ടി, സൗണ്ട് കുറയ്ക്ക്. എന്റെ കാല് കണ്ട മുട്ടക്കാല്. ഈ കാലിലേക്ക് എന്തെങ്കിലും ഒരു സ്വർണ്ണ പാവസരം കിട്ടുമോ? എപ്പോ സ്വർണ്ണക്കടയിൽ ഉണ്ടായ പോലെ എന്റെ കാലിലേക്ക് വരണ്ടേ? എന്റെ ഒരു ആഗ്രഹമാണ് കേസ്, ഒരു സ്വർണ്ണ പാദസരം വേണമെന്നുള്ളത്. അത് ആഗ്രഹം നടക്കുമോ എന്നുള്ളത് അറിയില്ല. നോക്കാം, നടക്കുകയാണെങ്കിൽ ഈ മാസം ഞങ്ങൾക്ക് നടക്കാം. നോക്കാം, കിട്ടുമോ? കാശ് കൊടുത്താൽ മതി. കാണിച്ചു കൊടുക്കുന്നു. ശരി ഗൈസ്, എന്താ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? എനിക്ക് 100 സബ്സ്ക്രൈബറും അതിൽ 100 സബ്സ്ക്രൈബർ ആയി കേട്ടോ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് നന്ദിയുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്ക് അറിയാം. ഒരു കാലത്ത് നിങ്ങളും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അല്ലേ? അപ്പം നമുക്ക് താഴെ ഇരിക്കാം അങ്ങനെ താഴെ ഇരിക്കാത്തൊക്കെ സംസാരിക്കാം. ശരി, പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? ഞങ്ങളിന്ന് അങ്ങനെയുള്ള വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. പുതിയ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല ഷെമീലോ? അപ്പം ഞങ്ങളിങ്ങനെ ജസ്റ്റ് വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്ന് വിചാരിച്ചു. കണ്ടന്റൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട്. പക്ഷേ ഇവൻ വരുന്നില്ലേ, അതാണ് പ്രശ്നമേ. നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? മതി, ഇതവിടെ വെക്ക്. ഒരു വീഡിയോയ്ക്ക് നല്ല നല്ല റീച്ച് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഞങ്ങൾ ഷീറ്റൊക്കെ നേരാക്കണ ഇതുണ്ടായിരുന്നില്ലേ, വീടിൻ്റെ മോള് ഭാഗമൊക്കെ നേരാക്കണം. അതിന് 3000 അല്ലേ? എത്ര ദിവസമായി? ഒരാഴ്ചയോ 4-5 ദിവസമായി തോന്നുന്നു ഇട്ടിട്ട്. ഒരാഴ്ച ആയിട്ടില്ല. അപ്പോൾ 3K കഴിഞ്ഞു, 3K ഓളമായി. അപ്പോൾ ഒത്തിരി താങ്ക്സ് കേട്ടോ എല്ലാവർക്കും. ഒരു 100 സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ, 100 സംതിങ്ങും ആയി. പക്ഷേ ഭയങ്കര ഹാപ്പി ഉണ്ട് കേട്ടോ. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോൾ സമയം 8 മണി അല്ലേ? 8 മണിക്ക് 5 മിനിറ്റ് ഉണ്ട്. അപ്പം ഞാൻ ട്യൂഷനൊക്കെ കഴിഞ്ഞു ഇവിടെ എത്തി. അപ്പോൾ വന്നപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വീഡിയോയ്ക്ക് പുതിയ ഇതൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ലൈവ് പോട്ടെ. അപ്പോൾ ശനിയാഴ്ച പെരുന്നാളൊക്കെ കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ പെരുന്നാൾ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ നാത്തൂൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ വീഡിയോയിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോയിൽ അടുത്ത് വരും കേട്ടോ. അടുത്ത വീഡിയോയിൽ അത് റെഡിയാക്കാം. പിന്നെ ഷെമീലും എന്താ വിശേഷം? സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. ഷെമീലൊന്നും സ്കൂളിൽ പോയിട്ടില്ല. അവനിക്ക് ക്ഷീണം, അമ്മായിയുടെ വീട്ടിലേക്ക് പോയിട്ട് വന്നതിൻ്റെ ക്ഷീണമാണ്. അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോയില്ല. മൊത്തത്തിലൊരു ഭയങ്കര ഒരു ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ പോയപ്പോൾ സംസാരിച്ചിരുന്നിട്ട് രാത്രി 2 മണി വരെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. എല്ലാവരും കൂടി സംസാരിച്ചിരുന്നിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴല്ലേ ഞങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ ഇതിനൊക്കെ പറ്റുള്ളൂ. ഇപ്പോൾ 2 മണി വരെയൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഉറക്കക്ഷീണം അവിടെ നിന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ തീരെ വയ്യ. ഇല്ല സ്കൂള് സ്കൂളുള്ളത് കൊണ്ടാണ് എനിക്ക് ക്ഷീണം വന്നത് കേട്ടോ. എനിക്ക് പോയപ്പോൾ വയ്യ, ആർക്കും വയ്യ. അപ്പോൾ പിന്നെ ഇന്നങ്ങനെ ഇതായി. പക്ഷെ ഇന്ന് കുട്ടികളൊന്നും അധികം പോയിട്ടില്ല. ട്യൂഷനുള്ള ഒരു കുട്ടികളൊന്നും സ്കൂളിൽ പോയിട്ടില്ല. ഹാഷിക്ക്, ഷഹീദ, ഫാത്തിമയില്ലേ, അവർ മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കി ആരും ട്യൂഷന് സ്കൂളിൽ പോയിട്ടില്ല. അവർ വിരുന്ന് പോയിട്ടൊക്കെ ഇന്നത്തെ കാലത്തൊക്കെയാണ് എല്ലാവരും എത്തിക്കുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരുടെയും എന്ന് എനിക്കറിയില്ല. ഞാനൊരു ദിവസം ഇതൊക്കെ കഴിഞ്ഞിട്ട് ലൈവിലൊക്കെ വരാം കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ നന്നായിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ. ഇനി അടുത്തെന്താ പറയാനുള്ളത്? ഒന്നുമില്ല പറയാൻ, കിട്ടുന്നില്ല. ഇത് ഷെമീൽ ഷാഹിൽ വണ്ടിയും കൊണ്ട് ഇങ്ങനെ ഇടയിൽ വരിക. ഒരു ഹായ് പറയും ഇവിടെ വന്നിട്ട്. ഹായ് പറയും. ഷെമീലോ എന്തെന്ന് കുളിച്ചാ? എന്താ കുളിച്ചില്ല? പറ. ബായ് അല്ല ഹായ് പറ. ഹായ്. പിന്നെ എന്താ കുളിച്ചില്ലാന്ന്? മതി ഹായ് പറഞ്ഞിട്ട് മാറി. ഇങ്ങനെ കാണിക്ക സുത്തുമാ. അപ്പൊ ഷെമീൽ പൊസിഷൻ ഒന്ന് മാറിയിരുന്നിട്ടുണ്ട് കേട്ടോ. അവനെ ജസ്റ്റ് കാണുന്നില്ല അല്ലേ? ശരി, ഇന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. ബീഫൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ബീഫ് ഒന്നും കഴിച്ചില്ലല്ലോ. എന്താണ് ബീഫ് പറ്റില്ലേ? ചവച്ചുകൂടാത്ത നന്നായിട്ട് വേറെ സാധനങ്ങളൊക്കെ ഇറങ്ങണോ? അതിനൊന്നും ഒരു കുഴപ്പമില്ല. ബീഫ് മാത്രം എന്താ ഇറങ്ങാത്തത്? ഇവർക്ക് ബീഫൊന്നും അങ്ങനെ അത്രയ്ക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. ബീഫൊന്നും
ഇവിടെ ഖുർആൻ ഇറച്ചിയൊക്കെ കിട്ടിയില്ലേ, അങ്ങനെ കുറച്ച് ഇങ്ങനെ ചെയ്ത് അങ്ങനെ കഴിക്കുന്നതന്നെ ഉള്ളൂ. ബീഫൊന്നും കാര്യമായിട്ടൊന്നും കഴിക്കില്ല. അവർക്ക് ചിക്കൻ, ഓൺലി ചിക്കൻ പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കഴിക്കും. പിന്നെ ചില്ലി ഇടുമല്ലോ അത് കഴിക്കും. ബാക്കിയുള്ളതൊന്നും കഴിക്കുമെന്ന് ചോദിച്ചാൽ വേറെ കല്യാണ വീട്ടിലൊക്കെ പോയ ബീഫ് ബിരിയാണിയൊക്കെ ആണെങ്കിൽ നീ കഴിക്കണ്ടല്ലോ, പിന്നെന്താ? ഓ അത് ബിരിയാണിക്ക് കൂടിയിട്ടിട്ടല്ലേ, ആ ഇത് ചാറല്ലേ, അതുകൊണ്ടാണ്. ട്യൂഷൻ കഴിഞ്ഞ് വന്ന് നല്ല തലവേദനിക്കുന്നുണ്ട്. എല്ലാം സ്ഥാനം വെച്ചോടി. എനിക്ക് വയ്യ, ഞാൻ വെച്ചില്ല, എനിക്ക് വയ്യ. അപ്പൊ ഇവിടത്തെ ഒക്കെ എല്ലാ പണിയും ഉമ്മ ചെയ്യണതല്ലേ, ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ വയ്യാന്നൊന്നും പറയുന്നില്ലല്ലോ, പിന്നെന്താ? ഇപ്പൊ ഞാൻ ഇങ്ങനെ ചായ വെച്ചെന്ന് വിചാരിക്കും. ഇപ്പോൾ നാളെ പറയും ചായ വെച്ച് തന്നില്ലേ, അതുകൊണ്ട് നാളെ പറയും നാളെ ചായയും വെച്ച് തരാൻ നാളെ പറയും, വെള്ളവും കോരാൻ നാളെ പറയും. വെള്ളമല്ല വേറെ എന്തെങ്കിലും പണിയും വാങ്ങി പറയും. അതിന് മറ്റന്നാൾ പറയും ചായ വെച്ചാൽ വെള്ളം കോരി തരിക അടിക്കുക പറയും. അത് കഴിഞ്ഞാൽ പറയും ചായ വെച്ച് തരിക വെള്ളം കറിയെ തുടയ്ക്കുക പറയും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ ഇവിടുത്തെ പണിയും തികയ്ക്കും. എന്നിട്ട് ഒരു 2-3 ദിവസം അത് ഒടുപ്പിച്ച് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് ഒരു ദിവസം എനിക്ക് ചെയ്യാൻ വയ്യ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നീ ഇത് ചെയ്യുന്നതല്ലടാ, ഇന്നെന്നാണ്ടാ ചെയ്യാത്ത, ഒരു ദിവസം ഇത് ചെയ്താൽ പോരെ, മാത്രമല്ലേ ഉള്ളൂ, എല്ലാ ദിവസവും ചെയ്യും, ഇന്ന് മാത്രം നിൽക്കുന്നത് അത്ര പ്രത്യേകത പറഞ്ഞിട്ട് അത് പറയും. അതുകൊണ്ടാണ് ഈ ആണുങ്ങൾ ഒരാൾ പോലും വീട്ടിലത്തെ പണി ചെയ്യാണ്ടിരിക്കും. പരിങ്ങാട്ടല്ല അല്ല വെച്ചുണ്ടാക്കി തന്നാൽ കഴിക്കാൻ മാത്രം